നമസ്കാരം. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി, പെരുമ്പള്ളി, ശ്രാമ്പിക്കൽ, പള്ളത്തട്ടയിൽ സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ച ജോസിന്റെ ചെറുപ്പത്തിലെ ആഗ്രഹം നാവികസേനയിൽ ചേരണം എന്നായിരുന്നു. എന്നാൽ കുട്ടിക്കാലം മുതൽ ദൈവവഴിയിൽ സഞ്ചരിച്ച ജോസിനായി കാലം കരുതി വെച്ചത് അങ്ങനെയായിരുന്നില്ല. അൾത്താരബാലനായ ജോസ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഷമ്മാശനായത്. 1974 മാർച്ച് 25 വൈദിക പട്ടണത്തിന് മുന്നോടിയായി ഷമ്മാശനായത്. ദൈവവഴിയിൽ 5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് അദ്ദേഹം യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി സ്ഥാനാരോഹിതൻ ആവുകയാണ്. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ച ജോസഫ് മാർ ഗ്രിഗോറിയസിൻ്റെ വാഴിക്കൽ ചടങ്ങ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ ആണ് നടക്കുന്നത്. സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. രണ്ടു പതിറ്റാണ്ടിലേറെ സഭയുടെ കാതോലിക്ക ബാവയായിരുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ വിയോഗത്തെ തുടർന്നാണ് പുതിയ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണം. ചടങ്ങിൽ യാക്കോബായ സഭയുടേതടക്കം സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റു മെത്രാപ്പൊലിത്തമാർ സഹകാർമ്മികരാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഭാ വക്താവ് കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. യാക്കോബായ സഭാംഗങ്ങളുടെ പ്രതിനിധി സംഘവും മാർത്തോമ സഭയുടെ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തയും ബെയ്റൂട്ടിൽ എത്തിയിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ചടങ്ങിൽ പങ്കെടുക്കും. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങിൽ സന്നിഹിതരാകും. മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവർ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങുകളിൽ പങ്കെടുക്കും. ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കാൻ അവസാനത്തെ യാക്കോബായ പള്ളികളിൽ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എല്ലാ ചടങ്ങുകളും പൂർത്തിയാവുകയാണ്. അല്പസമയത്തിനകം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാഴിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ സമയം ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ഈ ചടങ്ങിനായി ശേഷിക്കുന്നത്. ന്യൂസ് 18 കേരളം പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം ചർച്ചയിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാരോഹണത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് തത്സമയം കാണുകയും ചെയ്യാം. ഒപ്പം ഈ ധന്യമുഹൂർത്തത്തിൽ പുരോഹിത ഉൾപ്പെടെ ഉള്ളവർ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം കമാൻഡർ തമ്പു ജോർജ് തുകലൻ, അദ്ദേഹം യാക്കോബായ സഭയുടെ ട്രസ്റ്റിയാണ്. അതോടൊപ്പം തന്നെ ഫാദർ ബെസി ജോൺ അന്തരിച്ച കാത്തോലിക്ക ബാവയുടെ സെക്രട്ടറി ആയിരുന്നു. ഫാദർ അജീഷ് മാത്യു പാത്രിയർക്ക സെന്ററിന്റെ വികാരിയാണ്. ഷെവലിയാർ മോൻസി വാവച്ചൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. ഒപ്പം ഇപ്പോൾ മണ്ണാർക്കാട് സെന്റ് മേരീസ് കത്തീഡ്രലിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ ചേരുന്നുണ്ട്. ഫാദർ കുര്യൻ മാത്യു, സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷം എന്ന് തന്നെ പറയാം. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ചടങ്ങ് അതിപ്പോൾ നേരിട്ട് കാണാൻ ഭാഗ്യം ഉള്ളവരുണ്ട്. ടെലിവിഷനിലൂടെ അടക്കം ഈ ചടങ്ങ് കാണാൻ സാധിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നതുപോലും ഭാഗ്യമായി കരുതുന്ന നിരവധി സഭാവിശ്വാസികളുണ്ട്. എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? തീർച്ചയായും യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം 2025 മാർച്ച് 25 അതിൻ്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസമാണ്. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ സഭയെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള ഒരു സംഗതിയാണ്. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ആത്മനിദർശനമുള്ളതായ നേതൃത്വത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ ഈ സഭ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കാലം ചെയ്ത സന്ദർഭം സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. പക്ഷെ ദൈവം ഉയർത്തി എന്നവണ്ണം അന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്ന നാമധേയത്തിൽ കൊച്ചി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയും അതുപോലെ തന്നെ സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചിരുന്ന ഏതാണ്ട് 18 വർഷത്തോളം എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ
സഭയ്ക്കും സമൂഹത്തിനും ഒരുപാട് ദർശനങ്ങൾ നൽകി മുന്നേറിയിരുന്ന അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അതിന്റെ പിൻഗാമിയായി വാഴിക്കപ്പെടുന്ന ഈ സുദിനം ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നുള്ള നാമത്തിൽ അല്പസമയത്തിനകം ലബനോനിലെ അച്ചാണിയിൽ സെന്റ് മേരീസ് കത്തീഡ്രലിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവയാൽ അദ്ദേഹം സ്ഥാനമേൽക്കുകയാണ്. ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അറിയുന്ന എല്ലാവർക്കും അറിയാം, സൗമ്യതയുടെ മുഖമുദ്രയുള്ള ഒരു പിതാവ്. സമന്വയത്തിന്റെ ശൈലി കൊണ്ട് ഈ സഭയിൽ അങ്ങോളം ഇങ്ങോളം അതിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഏറ്റവും ശക്തമായി ശ്രേഷ്ഠ ബാവയോടൊപ്പം, കാലം ചെയ്ത ബാവയോടൊപ്പം നിലകൊണ്ട പിതാവ്. സഭാസമിതികളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അങ്ങനെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ പിതാവ്. അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ കൊളീജിയത്തിന് അദ്ദേഹം എടുക്കുന്ന ആ സാഹോദര്യത്തിന്റെ മുഖമുദ്ര കൊണ്ട് അവരുടെ ഇടയിൽ ഏറ്റവും സമ്മതനായ പിതാവ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, സഭയെക്കുറിച്ച് ഈ പുതിയ കാലത്തിന് അനുയോജ്യമായ ദർശനം സൂക്ഷിക്കുന്ന ഒരു പിതാവ്. നേരത്തെ പ്രതിപാദിച്ചതുപോലെ ഈ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മലങ്കര സഭയിലെ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ എന്നുള്ള വലിയ ഐഡന്റിറ്റി. അതോടൊപ്പം ചേർന്ന് അദ്ദേഹം 1974 മാർച്ച് 25 ഒരു ഷമ്മാശനായ കാലം മുതൽ 1984 മാർച്ച് 25 ഒരു കശീശയായ കാലം മുതൽ 1994 ജനുവരി മാസം 16-ാം തീയതി മെത്രാപ്പൊലിത്തയായ കാലം മുതൽ ജനുവരി 23-ാം തീയതി സുന്ദ്രോണീസയോടുകൂടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലിത്തയായ കാലം മുതൽ സഭയുടെ എല്ലാ തലങ്ങളിലും ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആ സേവന പാരമ്പര്യം. ഒപ്പം അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, കോട്ടയത്തുള്ള സെന്റ് ഗിറ്റ്സ് വളരെ പ്രസിദ്ധമായ ഒരു കോളേജാണ്. അതോടൊപ്പം തന്നെ മരടിലുള്ള സ്കൂൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾ, സാമൂഹ്യ സേവനത്തിനുള്ള സ്ഥാപനങ്ങൾ, ഒരുപാട് സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ സമൂഹത്തിന് ഏറ്റവും ശ്രേഷ്ഠതരമായ നേതൃത്വം നൽകാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തെ ഈ സഭയുടെ അമരത്ത് ഇന്ന് പരിശുദ്ധ പാത്രിക്കീസ് ബാവ അവരോധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ സഭയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ സഭ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ വലിയ നേതൃത്വത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. താങ്ക് യു. റൈറ്റ്, തീർച്ചയായും 1960 നവംബർ 10 മുളന്തുരുത്തിയിലെ പെരുമ്പള്ളി ശ്രാമ്പിക്കൽ പള്ളത്തട്ടിയിൽ വർഗീസിൻ്റെയും സാറാമ്മയുടെയും മകനായി ജനനം. പെരുമ്പള്ളി പ്രൈമറി സ്കൂൾ, മുളന്തുരുത്തി ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു വിദ്യാഭ്യാസം നേടിയത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദവും കരസ്ഥമാക്കി. പെരുമ്പള്ളി സെൻറ്റ് ജെയിംസ് തിയോളജിക്കൽ സെമിനാരിയിൽ ആയിരുന്നു വൈദിക പഠനം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ ആയിരുന്നു ജനനം. ഒപ്പം നാവികസേനയിൽ അംഗമാകണം എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കുട്ടിക്കാലം മുതൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ തന്നെയായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയസിൻ്റെ യാത്ര എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പെരുമ്പള്ളിയിലെ സെൻറ്റ് ജെയിംസ് തിയോളജിക്കൽ സെമിനാരിയിൽ അദ്ദേഹത്തിന് വൈദിക പഠനത്തിന് ചേരാനും സാധിച്ചത്. 1974 മാർച്ച് 5 മഞ്ഞരിക്കര ദേറായിൽ ആയിരുന്നു ഷമ്മാശപ്പട്ടം നൽകിയത്. എടുത്തു പറയേണ്ടത് അന്നും ഒരു മാർച്ച് 25 ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ ഈ മാർച്ച് 25 എന്നത് ഒരു പക്ഷേ ജോസഫ് മാർ ഗ്രിഗോറിയസിൻ്റെ ജീവിതത്തിലെ ദൈവവഴിയിലൂടെയുള്ള യാത്രയിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു ദിനം കൂടിയായി മാറുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. 1984 മാർച്ച് 25 മാർ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മുളന്തുരുത്തി മാർത്തോമൻ ചാപ്പലിൽ വെച്ച് വൈദിക പട്ടം നൽകുകയും ചെയ്തത്. അങ്ങനെ മറ്റൊരു മാർച്ച് 25 അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 5 പതിറ്റാണ്ട് നീളുന്ന ദൈവയാത്രയാണ് ഇപ്പോൾ അദ്ദേഹത്തെ സഭയുടെ പരമോന്നത തന്നെ പദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഫാദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണിപ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി അവരോധിക്കപ്പെടാൻ
പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴെല്ലാം താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു യാത്ര, അത് ദൈവത്തിൻ്റെ വഴിയിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരുന്നോ യേശുവടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അതിനെ ജീവിതത്തിൽ മാതൃകയാക്കി അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും പരിശോധിച്ചാൽ ചില കോളനികൾ പോലും ഏറ്റെടുത്ത് അവിടെ കുടുംബങ്ങൾ നിർമ്മിച്ച് അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ടല്ലോ അദ്ദേഹത്തിന്. തീർച്ചയായും ഏതാണ്ട് 100-ൽ പരം വീടുകൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ സെമി ഓർഫൻസിനായിട്ടും ഓർഫൻസിനായിട്ടും വിവിധങ്ങളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരൂരിൽ സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും, അതോടൊപ്പം തന്നെ സമീപകാലങ്ങളിൽ പ്രത്യേകിച്ച് 2018-ലുണ്ടായ വലിയ പ്രളയത്തിന്റെ കാലത്തും അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്തും തുടർന്നുണ്ടായ എല്ലാ പ്രതിസന്ധിയുടെ കാലത്തും ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഈ സമൂഹത്തിന് ആകമാനം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത യേശുക്രിസ്തുവിന്റെ വഴിയിൽ നിലകൊള്ളുന്ന ആ ഒരു പ്രത്യേക ദൃഷ്ടാന്തത്തിൽ തന്നെ ഇതൊന്നും വലിയ പരസ്യം ചെയ്യുന്ന ഒരു പ്രക്രിയ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ എപ്പോഴും പരിചയപ്പെടുന്ന ആളുകൾക്കറിയാം, സമൂഹത്തിലുള്ള എല്ലാവർക്കും, സഭയിലുള്ള എല്ലാവർക്കും, വൈദിക സമൂഹത്തിനുൾപ്പെടെ ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പിതാവ് അദ്ദേഹം. ഒരു പ്രതിസന്ധി വന്നാൽ നമുക്കൊരു കൈ കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ സഭയിലായാലും സമൂഹത്തിലായാലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ യാക്കോബായ സഭയുടെ ട്രസ്റ്റി ആയിട്ടുള്ള കമാൻഡർ തമ്പു ജോർജ് തുകലൻ, ഫാദർ ബെസി ജോൺ അന്തരിച്ച കാതോലിക്ക ബാവയുടെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഫാദർ അജീഷ് മാത്യു പാർത്തിരക്ക സെന്ററിൻ്റെ വികാരിയാണ്. ഒപ്പം ഷെവലിയാർ മോൻസി വാവച്ചൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. ഇവരും നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാൻ ആദ്യം ഫാദർ ബെസി ജോണിലേക്ക്. ഫാദർ ബെസി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഈ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു സ്ഥാനാരോഹണ ചടങ്ങ് അത് ടെലിവിഷനിലൂടെയെങ്കിലും തത്സമയമൊക്കെ കാണാൻ സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. എത്രത്തോളം പ്രതീക്ഷയോടെ, എത്രത്തോളം ഭക്തി നിർഭരതയോടെയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത്? ഫാദർ ബെസി ജോൺ, താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. കമാൻഡർ തമ്പു ജോർജ് തുകലൻ കൂടിയുണ്ട്, യാക്കോബായ സഭ ട്രസ്റ്റിയാണ്. ശ്രീ തമ്പു ജോർജ് തുകലൻ, ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയെ മുന്നോട്ട് നയിക്കുക, ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ സഭകളുടെ കീഴിലുള്ള വിവിധ കോളേജുകളുടെ മാനേജർ ആയിരുന്നു. പാത്താമുട്ടം സെൻറ്റ് ഗിഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കൊച്ചി മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൻ്റെ സ്ഥാപകനാണ്. തിരുവാങ്കുളം ജോർജിയൻ അക്കാദമി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ മാനേജറാണ്. ഏരൂർ ജെയിനി സെൻ്റർ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ്. എന്നിങ്ങനെയുള്ള ചുമതലകളൊക്കെ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കാര്യദർശിയായ, നയിക്കാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാണേണ്ടത്? പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദിവസമാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാവ, ഭാഗ്യസ്മരണാർഹനായിരുന്ന ആഴ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസ്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏറ്റവും അധികം ആഗ്രഹിച്ചത് തൻ്റെ പിൻഗാമിയായി അഭിയൊന്ന പിതാവായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കടന്നു വരണമെന്നുള്ളതായി. ബാവ തൻ്റെ വിൽപത്രത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്.
പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു യുഗത്തിന്. ഒരുപാട് പ്രതിസന്ധികളെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ്. ഈ പ്രതിസന്ധികളെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുവാനായിട്ട് പുതുതായി നവാഭിഷക്തനായി പരിശുദ്ധ സഭയുടെ കാതോലിക്കയായി മാറുന്ന അഭിവന്യ തിരുമനസ്സിന് സാധിക്കും എന്ന് സഭാമക്കൾ ഉറച്ച് വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അനേകം വർഷങ്ങളായി ആ പിതാവിനോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ കാതോലിക്ക ബാവായോടൊപ്പം 25 വർഷക്കാലം ബാവായുടെ നിഴലായി പ്രവർത്തിക്കുവാൻ സാധിച്ച എനിക്ക് ബാവായോടൊപ്പം അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം ചേർന്ന് നിന്ന് ഈ പരിശുദ്ധ സഭയുടെ പ്രതിസന്ധിയിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തിരുമേനിയിൽ ഏറ്റവും ഞാൻ ആകർഷനായിട്ടുള്ളത് വിനയത്തോടു കൂടിയുള്ള തിരുമേനിയുടെ സമീപനമാണ്. ഏത് പ്രതിസന്ധിയിലും പ്രസന്നവനായി ആ വിഷയങ്ങളെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് തിരുമേനിയുടെ നേതൃത്വത്തിലാണ് അഭ്യർത്ഥി പ്രാപിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുവാൻ കഴിയുന്ന ഒന്നുണ്ട്. തിരുമേനിയോടൊപ്പം നവാഭിഷിക്തനാകുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവായോടൊപ്പം ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്നേ തിരുമേനിയുടെ സമീപനവും രീതികളും ഏറെ ആകർഷിക്കപ്പെടുന്നതായിരുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റേതായ ദിവസം, പ്രത്യാശയുടേതായ ദിവസം അത് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിക്ക് വേണ്ടിയിട്ട്, നവഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം നല്ലതിനായി തീരട്ടെ. ഈ പ്രതിസന്ധികൾ, സഭയുടെ പ്രതിസന്ധികളെല്ലാം മാറി ആശ്വാസകരമായ അവസ്ഥയിൽ സഭയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഫാദർ ജോൺ ജോസഫ് സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഫാദർ ഈ സൂചിപ്പിക്കുന്ന പോലെ സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാനിരതമായ സമയമാണ്. ലോകമെമ്പാടുമുള്ള സഭാവിശ്വാസികൾ കാത്തിരിക്കുന്ന നിമിഷം. ഇനിയിപ്പോൾ 5-10 മിനിറ്റ് മാത്രമേ ആ ചടങ്ങിലേക്ക് കടക്കാനുള്ളൂ. എത്രത്തോളം പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്? പുതിയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അത് സഭയ്ക്ക് എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്? തീർച്ചയായിട്ടും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ്. ഏതാനും സമയങ്ങൾക്ക് ഉള്ളിൽ തന്നെ പരിശുദ്ധ സഭയ്ക്ക് പുതിയൊരു ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ ദൈവം സമ്മാനമായി ഞങ്ങൾക്ക് തരുന്നു. പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വിടവാങ്ങൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിന് ശേഷം ആരായിരിക്കും പുതിയ സഭയെ പരിശുദ്ധ സഭയെ നയിക്കുന്നത് ആരായിരിക്കുമെന്നുള്ളതായ ചിന്തയിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പേര് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത എന്നുള്ളതായിരുന്നു. കാരണം ഗ്രിഗോറിയോസ് തിരുമേനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രിയപ്പെട്ടവനാണ്. ഈ സഭയുടെ പ്രതിസന്ധിയിൽ ധീരമായി ഈ സഭയെ നയിക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് അഭിവന്യ തിരുമേനി. അഭിവന്യ തിരുമേനിയുടെ വിനയം, എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു മനസ്സ്, എല്ലാവരോടുമുള്ളതായ വിനയം, കരുണ, ഇതൊക്കെ അഭിവന്യ തിരുമേനിയിൽ നിന്ന് പ്രത്യേകം രുചിച്ചറിയേണ്ടതാണ്. കാരണം
ഈ സഭാമക്കൾക്ക് അങ്ങനെയുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ആരായിരിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ വേറെ ആരുടെയും പേരുണ്ടായിരുന്നില്ല. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി തന്നെ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. മാത്രവുമല്ല, പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ പിൻഗാമിയായിട്ട് അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി വരണം എന്നുള്ളത്. അത് ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടു. ദൈവം ഈ സഭയ്ക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനായ ഗ്രിഗോറിയോസ് തിരുമേനിയെ ശ്രേഷ്ഠ കാതോലിക്കയാക്കി തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ 30-ാം തീയതി ശ്രേഷ്ഠ ഭാവിയായി കേരളത്തിൽ അദ്ദേഹം എത്തിച്ചേരുമ്പോൾ എയർപോർട്ട് മുതൽ വലിയൊരു സ്വീകരണമാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തന്നെ സഭയുടെ മെത്രാപ്പൊലീത്തന്മാരും സഭയുടെ ഭാരവാഹികളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഉള്ളതായ ആളുകൾ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിച്ച് അനേകായിരം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഞങ്ങൾ പാത്രിയാർക്കാ സെൻറ്ററിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് തൻ്റെ മുൻഗാമിയായിരുന്ന, തന്നെ ഏറെ സ്നേഹിച്ച, തന്നെ ഏറെ കരുതിയിരുന്ന പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ കബറിങ്കൽ ധൂപം അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ ചടങ്ങ്. അതിനുശേഷമാണ് സിന്ത്രോണീസോ ശുശ്രൂഷയും പൊതുസമ്മേളനവും ഒക്കെ നടക്കുന്നത്. ഈ നിമിഷങ്ങൾ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പാത്രിയാർക്കാ സെൻറ്ററിൻ്റെ പരിസരവും ഒക്കെ ഞങ്ങൾ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് പുതിയ ഭാവിയെ വരവേൽക്കുവാനായിട്ട്. അത്രമാത്രം സന്തോഷത്തിലാണ് പരിശുദ്ധ സഭ. ഞങ്ങളുടെ വിവിധ ദേവാലയങ്ങളിൽ ഒക്കെ തന്നെ വലിയ ബിഗ് സ്ക്രീൻ വച്ച് ഈ ലൈവ് കാണാനായിട്ട് വിശ്വാസികളൊക്കെ എല്ലാ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു. ഈ അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്കയായി ഈ മാറുന്നതായ ആ നിമിഷത്തിൽ ദേവാലയങ്ങളിൽ പള്ളിമണിയടിച്ചും മധുരം പങ്കിട്ടും ഒക്കെ ഞങ്ങൾ ആ സന്തോഷം ഇന്ന് പ്രകടിപ്പിക്കുന്ന സമയമാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അതിൽ പങ്കുകൊള്ളാനുള്ളതായ വലിയ ആവേശത്തിലാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായും ന്യൂസ് 18 പ്രേക്ഷകരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം അതിഥികളും തുടരുക തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്താം. ഒപ്പം അതിഥികളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി ലെബനനിൽ ജോസഫ് മാർ ഗ്രിഗോറിയോസ് അല്പസമയത്തിനകം തന്നെ ചുമതല ഏൽക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങിനു വേണ്ടി കാതോർത്തിരിക്കുകയാണ് എല്ലാവരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ടെലിവിഷനിലൂടെയും ഒക്കെ ഈ ചടങ്ങ് തത്സമയം വീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ, അതോടൊപ്പം തന്നെ ഫാദർ ജോൺ ജോസഫ്, ഒപ്പം കമാൻഡർ തമ്പു ജോർജ് തുകലൻ എന്നിവർ ആണ് നമ്മളോടൊപ്പം അതിഥികളായി തുടരുകയും ചെയ്യുന്നത്. ഫാദർ ജോൺ ജോസഫ്, ഇവിടെ ദൃശ്യങ്ങളിലടക്കം ഈ ലെബനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു രീതിയും എത്രത്തോളം സമയമെടുക്കും, ഇനി അവസാന ചടങ്ങ് ആണല്ലോ, എത്രത്തോളം സമയമെടുക്കും, എപ്പോഴേക്ക് 8:30 ചടങ്ങുകൾ ആരംഭിക്കും ഇന്ത്യൻ സമയം എന്നതായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അതിലൊരു അല്പസ്വല്പമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാമല്ലേ? 8:30 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഏതാണ്ട് 1.25 മണിക്കൂറോളം ഉള്ളതായ ശുശ്രൂഷയാണ് ഇത്. എല്ലാവരും പ്രാർത്ഥനയോടെ ആ ശുശ്രൂഷ കാണാനുള്ളതായ ഒരുക്കത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രമാത്രം സന്തോഷമാണ്. യെസ്, ചടങ്ങുകൾ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആണ് ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് സഭയെ സംബന്ധിച്ചിടത്തോളം ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ
കാർമ്മികത്വത്തിൽ ആണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. വിശുദ്ധ കുർബാന അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിൽ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ബെന്നി ബെഹനാൻ MP, ഷോൺ ജോർജ് ഉൾപ്പെടെ ഉള്ളവർ പ്രതിനിധി സംഘമായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘമുണ്ട്. അതിൽ MLA-മാരായ അനൂപ് ജേക്കബ്, നമുക്ക് ദൃശ്യങ്ങളിൽ അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. E.T. ടൈസൺ, എൽദോസ് കുന്നപ്പള്ളി, ജോബ് മൈക്കിൾ, PV ശ്രീനിജൻ ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനെയാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ആഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസ് ചേരുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ലെബനന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയുള്ള അച്ചാനെ എന്ന് പറയുന്ന പ്രദേശത്തെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ആണ് ഈ ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കാം. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും കമാൻഡർ തമ്പു ജോർജ് തുകലിലേക്കാണ് പോകുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകളടക്കം ആരംഭിക്കുന്നുണ്ട്. തമ്പു ജോർജ് തുകലൻ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിരുന്നു, അതായത് സഭയെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് പുതിയ ഭാവിയുടെ സ്ഥാനാരോഹണം എന്നത് സൂചിപ്പിക്കപ്പെട്ട ഒന്നാണ്. അദ്ദേഹം തന്നെ ഈ മാധ്യമങ്ങൾക്കടക്കം നൽകിയ അഭിമുഖങ്ങളിൽ എന്താണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ചോദിക്കുമ്പോൾ സമാധാനമാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ സാധ്യതകൾ തുറന്നിടും എന്ന് അദ്ദേഹം പറയുന്നു. സഭയ്ക്കകത്ത് സമാധാനം പുലരണം, രാജ്യങ്ങൾക്കിടയിൽ സമാധാനം പുലരണം, കുടുംബങ്ങൾക്കിടയിൽ സമാധാനം പുലരണം, ഒപ്പം ലോകത്ത് സമാധാനം പുലരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം പലപ്പോഴായി അദ്ദേഹം പറയുന്ന ഒന്നാണ്, സമാധാനത്തിനായി കൈനീട്ടാൻ തയ്യാറാണ്, ഹൃദയങ്ങൾ തമ്മിൽ ചേരേണ്ട സമയമാണിത് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പുതിയ ചുമതലയിലേക്ക് വരുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സ്വാഗതാർഹമാകുന്ന ഒന്നുകൂടിയാണത്. യാക്കോബായ സഭ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് സമാധാനമാണ്. എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുവാൻ സഭ ഒരിക്കലും തയ്യാറുമല്ല. ഇരു സഭകളാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സഹോദര സഭകളെന്നുള്ള കാഴ്ചപ്പാടിൽ സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നിറവേറ്റുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് സഭയുടെ ആഗ്രഹം. നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തീർച്ചയായും വിട്ടുവീഴ്ചകളിലൂടെ സഭയിൽ സമാധാനത്തിനായി നിലകൊള്ളുമ്പോൾ അപ്പോൾ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുവാനായിട്ട് ശ്രേഷ്ഠ ബാവ ഒരിക്കലും തയ്യാറാകുകയില്ല. മുന്നോട്ടുള്ള യാത്രയിൽ വിശ്വാസി സമൂഹം, ഞാൻ കരുതുന്ന ഇരു സഭകളിലെയും വിശ്വാസി സമൂഹം ഈ തർക്കങ്ങളും വഴക്കുകളും എല്ലാം അവസാനിപ്പിച്ച് സഹോദര സഭകളായി നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു വിഭാഗത്തിൻ്റെ നിർഭാഗ്യകരമായ നിലപാടുകൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, മുഖ്യമന്ത്രി ഒക്കെ സമാധാനത്തിനു വേണ്ടി ഇരു സഭകളിലെയും പ്രതിനിധികളെ വിളിച്ച് ചർച്ചകൾ നടത്തി ആശ്വാസകരമായൊരവസ്ഥ ഉണ്ടാകണമെന്ന് കരുതി ഇരു വിഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യാക്കോബായ സഭ സന്തോഷത്തോടു കൂടി അതിന് തയ്യാറായി. എന്നാൽ മറുവിഭാഗത്തിൻ്റെ നിർഭാഗ്യകരമായ നിലപാടുകൾ സമാധാനത്തിന് വിഘാതമായി നിന്നു എന്ന് പറയാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
എന്നാൽ ഈ ഒരു പുതിയ യുഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ഒരവസ്ഥ സഭയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. ഇരു സഭകളും സമാധാനത്തിൻ്റെ പാതയിൽ, അപ്പോൾ തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ വിട്ടുവീഴ്ച ഇല്ലാതെ സഹോദര സഭകളായി മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സമയം കൂടി ആണിത്. അതുകൊണ്ട് തന്നെ പുതിയ ബാവ ചുമതലയേൽക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. എന്തായാലും ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അഫ്രൻ ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ നേതൃത്വത്തിൽ ഉള്ള ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അന്ത്യോക്യ സഭാ പാരമ്പര്യം അനുസരിച്ച് ഇനി ശ്രേഷ്ഠ കാതോലിക്ക ആബുൻ മോർ ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ എന്ന നാമധേയത്തിൽ ആയിരിക്കും അറിയപ്പെടാൻ പോവുക. ഈ ചടങ്ങിന് ശേഷം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ അച്ചാനയിലെ പാത്രിയർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരി സിറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്ക കത്തീഡ്രലിൽ ആണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സ്ഥാനാരോഹണത്തിന്റെ വാഴിക്കൽ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകർ പോകുന്നത്. അവിടെ പ്രാദേശിക സമയം ഇപ്പോൾ വൈകിട്ട് 5 മണി ആണ്. അതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥന ആണ് സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ സഹകാർമ്മികത്വം വഹിക്കുകയും ചെയ്യും. ഇതര സഭകളിലെ മേലധ്യക്ഷന്മാർ, പുരോഹിതന്മാർ ഉൾപ്പെടെ ഉള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നൂറുകണക്കിന് വിശ്വാസികളും ഇപ്പോൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. عامك سياس أمرنا أثلاث نيونك سياس موران مورغنا ലബനനിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. ഫാദർ, ഈ ചടങ്ങ് ആരംഭിച്ചു. ഇനിയിപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റ് ചടങ്ങുകളുമാണല്ലോ ശേഷിക്കുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ശ്രേഷ്ഠ കാതോലിക്ക സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം കാനോനികമായി അതിന് കൃത്യമായൊരു നിർവചനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു വിവാദത്തിൻ്റെതായ ആവശ്യകതയില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ കാതോലിക്ക സഭയുടെ പ്രാദേശിക തലവനും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് കീഴിലും മെത്രാപ്പോലിത്തന്മാർക്ക് മുകളിലുമുള്ള സ്ഥാനിയാകും. പാത്രിയർക്കീസ് ബാവ തിരുമേനിക്ക് സൽമോസ ഉടമ്പടി സമർപ്പിക്കേണ്ടതും അദ്ദേഹത്താൽ വാഴിക്കപ്പെടേണ്ടതും നൽകപ്പെടുന്ന സുസ്താത്തിക്കോൻ പ്രകാരം ചുമതലകൾ നിർവഹിക്കേണ്ട ഒരു സ്ഥാനമാകും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്തൊരു വിവാദത്തിനപ്പുറം ഇതൊരു ശ്രേഷ്ഠതരമായ സ്ഥാനമായും നേരത്തെ പ്രിയപ്പെട്ട തമ്പു ജോർജ് തുകലൻ പ്രസ്താവിച്ചതുപോലെ ശാശ്വതമായ സമാധാനത്തിന്റെ വഴിയിൽ 2 സഭകളായി നിലകൊള്ളുന്ന ഒരു നിലപാട്, പ്രത്യേകിച്ച് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ അനുഭവ സമ്പത്തും വിശാലമായ വ്യക്തിബന്ധങ്ങൾ നേതൃപാഠവും
സംഘടനാ വൈഭവവും ആദർശധീരതയും സഭയെക്കുറിച്ചുള്ള ദർശനവും ഒക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഒരു സഹോദരി സഭകൾ എന്നുള്ള നിലയിൽ ഈ സഭാവിഷയത്തിന് പോലും ഒരു പുതിയ ദർശനം നൽകാൻ ഈ സ്ഥാനം അത് വലിയൊരു അനുഗ്രഹമാകും എന്നാണ് സഭാവിശ്വാസികൾ കണക്കുകൂട്ടുന്നത്. നേരത്തെ പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ ഇടങ്ങളിലും ഇതിനെ വലിയൊരു വരവേൽപ്പാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാ ഇടവകളിലും വലിയ സ്ക്രീൻ വെച്ച് ഞാൻ ഭാഗമായ മണർകാട് കത്തീഡ്രൽ ഉൾപ്പെടെ സഭയുടെ എല്ലാ പള്ളികളിലും തന്നെ സ്ക്രീനുകൾ വെച്ച് ആളുകൾ കടന്നു വന്ന് അതിനകത്ത് പങ്കാളികളായി ഏറ്റവും സന്തോഷാരവത്തോടുകൂടെ ഇത് സ്വീകരിക്കപ്പെടുമ്പോൾ അത് വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തിൽ എത്രമാത്രം വലിയ സ്ഥാനമുണ്ടെന്നുള്ളതിനൊരു സൂചനയാണ്. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. യെസ്, ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഈ ദൃശ്യങ്ങളിലേക്ക്, പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക്, അതിഥികളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചുമതല ഏൽക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങാണ്. ബസേലിയോസ് ജോസഫ് എന്ന നാമധേയത്തിലായിരിക്കും അദ്ദേഹം പിന്നീട് അറിയപ്പെടുക. സ്ഥാനാരോഹണത്തിന് ശേഷം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രത്തിൽ ആണ് ഈ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് അവിടെ നിന്നുള്ള പാത്രിയർക്ക സെന്ററിൽ നിന്നുള്ള സെന്റ് മേരീസ് പാത്രിയർക്ക കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിലും അതോടൊപ്പം തന്നെ ഫാദർ ജോൺ ജോസഫും ആണ് ഇപ്പോഴും അതിഥികളായി തുടരുകയും ചെയ്യുന്നത്. ഫാദർ ജോൺ ജോസഫ് അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പരിശോധിക്കുമ്പോൾ, ജോസഫ് മാർ ഗ്രിഗോറിയസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ ചെറുപ്പം മുതൽ ദൈവവിശ്വാസിയായി വളരുന്ന അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ മുളന്തുരുത്തിയിൽ ജനിച്ച ആൾ ആണ്. പിന്നീട് ദൈവവഴിയിലൂടെ സഞ്ചരിക്കുന്നു. 5 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ സേവന പാരമ്പര്യം, അതിനുശേഷമാണിപ്പോൾ ഈ ഉയർത്തപ്പെടൽ നടക്കുകയും ചെയ്യുന്നത്. അത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാർ ഗ്രിഗോറിയസിൻ്റെ ജീവിതം അത് എത്രത്തോളം വലിയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. തീർച്ചയായിട്ടും സഭയ്ക്കും സമൂഹത്തിനും ചേരുന്ന ഒരു ഇടയനാണ് പുതിയ ശ്രേഷ്ഠഭാവ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 13ാമത്തെ വയസ്സിൽ ശമാശനായി തുടങ്ങിയ ആ പൗരോഹിത്യ ജീവിതം ഇന്ന് അതിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്തി നിൽക്കുകയാണ്. ചെറുപ്പം മുതലേ തന്നെയുള്ളതായ മാതാപിതാക്കന്മാരുടെ അദ്ദേഹത്തോട് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടുള്ളതായ ആ ജീവിതം, അത് മാതാപിതാക്കന്മാരുടെ ആ വിശ്വാസം ബാലനായ ജോസഫിനെ ഒരുപാട് സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്താണ് വാങ്ങിപ്പോയ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി. ചെറുപ്പം മുതലേയുള്ളതായ ആ ബാലൻ്റെ ആത്മീയ രംഗത്തുള്ളതായ ആ പാഠം, ആ പക്വത എല്ലാം കണ്ടുകൊണ്ടാണ് പെരുമ്പള്ളി തിരുമേനി അദ്ദേഹത്തെ ശമാശനായി സ്വീകരിക്കുവാൻ, ശമാശനായിട്ട് ഉയർത്തുവാനായിട്ട് മാതാപിതാക്കന്മാരോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ മാതാപിതാക്കന്മാർ പരിശുദ്ധ സഭയ്ക്കായിട്ട് തൻ്റെ മകനെ നൽകി. 13ാം വയസ്സിൽ ശമാശനായി. വളരെ ചുരുക്കമാണ് അവിടെ നിന്ന് ആരംഭിച്ചതായ ആ പൗരോഹിത്യ ജീവിതം ഇന്ന് ശ്രേഷ്ഠ കാതോലിക്കയായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നാനാജാതി മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമാണ്. അദ്ദേഹം ഈ കാലയളവിനുള്ളിൽ എത്രയോ ചടങ്ങിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ എത്തിയവരെ അടക്കം അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. Peoples, races, languages, castes, but
come together in unity under the Indian flag, and especially united in the Indian spirit of tolerance, which we know firsthand through our people who have been in India for centuries and centuries since the beginning of Christianity, freely practicing and cooperating with all Indian people for the benefit and the growth of India. We likewise extend our thanks and appreciation to the Chief Minister of Kerala, one of the great states of India, a state known for its rate of literacy. Almost 100% of the people of Kerala read and write and learn. His Excellency Mr. Pinarayi Vijayan, the Chief Minister, who is no stranger to us, whom we met several times and who holds special place in his heart for our people, as he does for the entire people of Kerala, is today represented here by a large delegation headed by His Excellency Mr. Rajiv, Minister of Law of the state of Kerala, and 6 MLAs, members of the Assembly of Kerala. We are grateful to you for being with us today. We are tremendously blessed and happy to have our brothers in Christ, the heads of the churches in Lebanon, joining us today for this special occasion. His Beatitude and Eminence, Cardinal Mar Bshara Butros Rai of our sister Maronite Church, His Holiness Catholicos Aram I of the great House of Sicilia, Sister Oriental Orthodox Church. Your presence means a lot, Your Holiness. Thank you. In His Beatitude, dear brother, Patriarch John X of the Greek Orthodox Patriarchate of Antioch and all the East, together we witness this suffering of our people in Syria, and we work together alongside the other churches. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായുള്ള സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇപ്പോൾ തുടരുകയാണ്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറൻമോർ ഇഗ്നാത്തിയോസ് അഫ്രേൻ ദ്വിതീയൻ പാത്രിയാർക്കീസ് ഭാവയുടെ നേതൃത്വത്തിലുള്ള കാർമ്മികത്വം ആണ് ഇപ്പോൾ നടക്കുന്നത്. പൗരാണിക വിശ്വാസ ആചാരങ്ങളോടെയുള്ള ചടങ്ങ് ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ആ ചടങ്ങിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ഓർത്തെടുക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തെ ഓർത്തെടുക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ മുഖ്യമന്ത്രിയെയും ആ വിശ്വാസത്തിൻ്റെ ഈ ചടങ്ങിലേക്ക് ആ സംഘത്തെ അയച്ചതിനുള്ള നന്ദി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചടങ്ങിന് ഭാഗമാകാൻ നിരവധി സഭാ അധ്യക്ഷന്മാർ അടക്കം ഉള്ളവർ എത്തിയിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, കേന്ദ്ര സംഘമാണുള്ളത്. വി മുരളീധരനും അൽഫോൺസ് കണ്ണന്താനവും ഒക്കെ അതിൽ ഭാഗമാണ്. ബെന്നി ബെഹനാൻ MP ഭാഗമായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം, അതിൽ MLA മാരായ അനൂപ് ജേക്കബ്, PV ശ്രീനിജൻ, ജോബ് മൈക്കിൾ, എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവരുണ്ട്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഉൾപ്പെടെയുള്ളവരും ഈ ചടങ്ങിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. നിരവധി വിശ്വാസികൾ നേരിട്ട് തന്നെ ഈ ചടങ്ങ് കാണുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് സഭകളിൽ നിന്നുള്ള സഭയിലെ തന്നെ മേലധ്യക്ഷന്മാരുണ്ട്, ഇതര സഭകളിലെ മേലധ്യക്ഷന്മാരുണ്ട്, പുരോഹിതർ ഉൾപ്പെടുന്ന സംഘമുണ്ട്. ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയായി ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫാദർ ജോൺ ജോസഫ്, തീർച്ചയായും നമുക്ക് അഭിമാനത്തിൻ്റെ സമയം കൂടിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെയും കേരളത്തെയും ഒക്കെ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. Is not only an heir to the Syriac Christianity, but he is in fact an active
member of the Syriac Church in its different ഫാദർ branches. ജോൺ ജോസഫ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ചടങ്ങ് ആരംഭിക്കുകയാണ്. ചടങ്ങിന്റെ ഭാഗമായി തന്നെ വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്, നമ്മുടെ ദേശത്തിന്റെ വളർച്ചയെക്കുറിച്ച്, മതവുമായി ബന്ധപ്പെട്ട് ഒക്കെ സാമൂഹികമായ പുരോഗതിയിൽ അടക്കം ഉള്ള ഇടപെടലുകളെ കുറിച്ചെല്ലാം അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പുണ്യനിമിഷത്തിൽ ഭാരതത്തിലെ വിവിധ സഭകളിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സഭകളിൽ നിന്നുള്ളതായ പിതാക്കന്മാരും പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെലിഗേഷനുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഈ സമൂഹത്തിന്, സഭയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഏക വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം മാത്രമാണ്. ഈ സഭയെ ദ്രോഹിക്കുന്നവർക്ക്, ഈ സഭയെ അവഗണിക്കുന്നവർക്കുള്ളതായ കൃത്യമായ മറുപടിയാണ് അഭിമന്യ തിരുമേനിയുടെ ഈ ചടങ്ങിൽ വിവിധ സഭകളുടെ നേതൃത്വത്തിലിരിക്കുന്ന പിതാക്കന്മാരും വിവിധ സ്ഥാനികളും മറ്റ് സഭകളിലും സാമൂഹിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ സഭയ്ക്ക് നൽകുന്ന വലിയ അംഗീകാരമാണ്. അഭിമന്യ തിരുമേനിയോടുള്ളതായ ആദരവാണ്. അത് തീർച്ചയായിട്ടും ഈ സഭാവിശ്വാസികളായ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ്. കാരണം നേരത്തെ സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട അച്ഛനുമൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് 53 ദേവാലയങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സമയമാണ്. ഞങ്ങൾക്ക് തീരാത്ത വേദനയാണ്. ഈ 53 ദേവാലയങ്ങളിലും 2-3 വീട്ടുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആളുകളും ആയിരക്കണക്കിന്, നൂറുകണക്കിന് സഭാവിശ്വാസികൾ, കുടുംബങ്ങളുള്ള ദേവാലയങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ കണ്ണുനീര് ഞങ്ങളുടെ പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ വാർദ്ധക്യത്തിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. തീർച്ചയായിട്ടും ആ വലിയൊരു വേദന ശ്രേഷ്ഠ പുണ്യപ്പെട്ട ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ വേർപാടിൽ ഞങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായപ്പോൾ ഈ സഭയെ നയിക്കുവാനായിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തൻ്റെ പിൻഗാമി അദ്ദേഹമാകണം എന്ന് ആഗ്രഹിച്ച, അദ്ദേഹം ഈ സഭയെ നയിക്കുവാൻ പ്രാപ്തനാണ് എന്ന് തോന്നിയ അദ്ദേഹത്തിൻ്റെ ആ പുണ്യശ്ലോകൻ്റെ പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ ഈ ശുശ്രൂഷ ചടങ്ങിൽ ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയാണ് അദ്ദേഹം പിൻഗാമിയായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങിൽ ആ പുണ്യശ്ലോകൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ളതായ സഭകളും സമൂഹവും ഒക്കെ ഈ ശുശ്രൂഷ ചടങ്ങ് ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, പരിശുദ്ധ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ പാത്രിക സെൻറ്റർ ഇപ്പോൾ ആഘോഷ നിറവിലാണ്. ഞങ്ങളിവിടെ പ്രാർത്ഥനാപൂർവമായ ഒരു സന്തോഷത്തിലാണ് ഈ ചടങ്ങുകൾ ഇവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ബിഗ് സ്ക്രീൻ വെച്ചുകൊണ്ട് ആളുകൾ ഇപ്പോൾ ഈ ചടങ്ങുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എത്രമാത്രം സന്തോഷം പറഞ്ഞാലും മതിയാകില്ല. ഈ സഭയെ ചെറുതായി കാണുവാൻ ആഗ്രഹിച്ചവർ ഒക്കെ ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. കാരണം ഇത്രമാത്രം ഒരു പബ്ലിസിറ്റി, ഈ കോടതി വരെ ഇദ്ദേഹത്തെ കാതോലിക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സഭയുടെ എതിർകക്ഷികൾ കോടതി വരെ കയറി ഇറങ്ങി. കോടതിയും അവരെ നിരാകരിച്ചു, തള്ളിക്കളഞ്ഞു. ഇവിടുത്തെ ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ ഒരുപാട് അപേക്ഷയുമായിട്ട് അവർ പോയി, അതെല്ലാം തള്ളിക്കളഞ്ഞു. ഇവിടുത്തെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ ഭേദമന്യേ ഈ സഭയോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷകളെ, ഈ അഭിമന്യ പിതാവിനെ
ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതായ കാഴ്ചയാണ് നമ്മൾ സത്യത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങൾ തന്നെയാണ് കടന്നുപോകുന്നത്. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസ് സ്ഥാനാരോഹണം നടക്കുകയാണ്. പ്രത്യേക ചർച്ച പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് അപ്ഡേറ്റ്സുമായി ഭവ്യ പാർവതി ചേരും. നമസ്കാരം.